പണ്ട് ഈ ഒരു മലയാളം ഒരു പാട്ടുണ്ട്, സിനിമാ പാട്ടുണ്ട്. ₹1 നോട്ട് കൊടുത്താൽ 1,00,000 കൂടെ പോരും. അങ്ങനെയായിരുന്നു. അത് ലോട്ടറിയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. അടൂർഭാസി പാടിയ പാട്ടാണ്. അതിന് സമാനമായ പാട്ട് വേണമെങ്കിൽ ഇവിടെ പ്ലേ ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം ഉദ്ഘാടനത്തിന് ₹1 നോട്ടുമായി എത്തുന്നവർക്ക് ഷൂ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കണ്ണൂരിലെ ഒരു കട അത് ഉദ്ഘാടന ദിവസം തന്നെ പൂട്ടേണ്ടി വന്നു. വാഗ്ദാനം പറഞ്ഞ് കടയിൽ 1000-ഓളം പേരെത്തിയതോടെ തിരക്ക് നിയന്ത്രണാതീതമായി ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് കടയുടമയ്ക്കെതിരെ പോലീസ് കേസും എടുത്തു. ഫെലിക്സ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫെലിക്സ്, ഇപ്പോൾ ₹1 കൊടുത്താൽ ഒരു ഷൂ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകാനും ഗതാഗതം തടസ്സപ്പെടുത്താനും കേസുണ്ടാകാനും അങ്ങനെയൊക്കെ ആളുകൾ വരുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണോ ഇപ്പോഴും നമ്മുടെ നാട്? അങ്ങനെ തന്നെ കരുതണം. കാരണം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഇത് കണ്ണൂർ നഗരത്തിലെ കാൾടെക്സ് എന്ന സ്ഥലത്താണ് ഈ പുതിയൊരു ഷോപ്പ് തുടങ്ങിയും അതിലിപ്പോൾ ₹1 നോട്ടുമായി എത്തിയാൽ ആദ്യം എത്തുന്ന 75 പേർക്ക് ഷൂ നൽകും എന്നൊരു വാഗ്ദാനവും വന്നത്. ₹500 അടക്കം മുടക്കി പെട്രോൾ അടിച്ച് കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിൽ നിന്നടക്കം ഇവിടെ ആളുകൾ എത്തി എന്നതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു റീൽസ് ഇട്ടത്. ₹1 നോട്ടുമായി എത്തുകയാണെങ്കിൽ ആദ്യത്തെ 75 പേർക്ക് ഈ ഷൂ നൽകുമെന്നത്. അതിനൊരു സമയം നിശ്ചയിച്ചിരുന്നു, വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. പക്ഷേ 11 മണി ആയപ്പോൾ തന്നെ കണ്ണൂർ നഗരത്തിൽ, പ്രത്യേകിച്ചും ഈ കാൾടെക്സ് അടക്കമുള്ള മേഖലയിൽ 1000-ലധികം യുവാക്കളും സ്ത്രീകളടക്കമുള്ളവരാണ് കൂടുതലായി എത്തിയത്. പ്രത്യേകിച്ച് യുവാക്കൾ. അങ്ങനെ 1000-ലധികം പേരെത്തി. അവിടെ വലിയ ഗതാഗത തടസ്സം രൂപപ്പെട്ടു. ഒടുവിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി ഈ ആളുകളെയൊക്കെ തന്നെ അവിടുന്ന് പറഞ്ഞു വിടുകയും ഉദ്ഘാടനം നടത്തണ്ട എന്ന് തീരുമാനിക്കുകയും അങ്ങനെ കട താൽക്കാലികമായി പൂട്ടിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ ഗതാഗത തടസ്സത്തിന് കണ്ണൂർ ടൗൺ പോലീസ് കടയുടമകൾക്കടക്കമെതിരെ ഇപ്പോൾ കേസും എടുത്തിട്ടുണ്ട്. ഏതായാലും വലിയ ജനാവലിയാണ് എത്തിയത്. അവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വലിയ ഗതാഗത തടസ്സം പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്നുള്ള സ്ഥലമാണ്, ദേശീയപാതയോട് ചേർന്നുള്ള സ്ഥലം. എന്തായാലും 75 പേർക്ക് എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ 1000 പേര് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഉദ്ഘാടന ദിവസം തന്നെ പൂട്ടേണ്ടി വന്നു. അത് കൂടുതൽ അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ജനക്കൂട്ടം തിക്കി തിരക്കി വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നത് ഭാഗ്യം. എന്തായാലും കടക്കാരൻ ഒരു കേസ് കൂടി ഉദ്ഘാടന ദിവസം കിട്ടിയിട്ടുണ്ട്.